കെ പ്രേംകുമാർ, താങ്കളിലേക്കാണ് ഏറ്റവും ആദ്യം വരുന്നത്. ഇടതുപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിച്ച് ഏറ്റവും ഒടുവിൽ കണക്കുകൾ വരുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ 2021 അപേക്ഷിച്ച് കുറവുണ്ട്. ഏറ്റവും ആദ്യം CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമാണ് ഉണ്ടായത്. വലിയ ആത്മവിശ്വാസമാണ്. സ്ഥാനാർത്ഥി വലിയ രീതിയിൽ പറയുന്നു ഇത്ര വോട്ടുകൾ തനിക്ക് കിട്ടുമെന്ന്. ജില്ലാ സെക്രട്ടറി പറയുന്നു LDFന് വിജയം ഉറപ്പ് എന്ന്. എന്താണ് ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ അടുക്കും ചിട്ടയുമായ പ്രവർത്തനമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ആദ്യം മുതൽ അവസാനം വരെ നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി കൈവന്ന മേൽക്കൈ പോളിംഗ് ദിനം വരെയും നിലനിർത്താനായി എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. സമൂഹത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത് എന്നും എല്ലാ തരത്തിലുള്ള വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുക എന്നും മാത്രവുമല്ല, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ ചുറ്റിക-അരിവാൾ നക്ഷത്രം അടയാളത്തിൽ സമാഹരിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള സ്വതന്ത്രമായിട്ടുള്ള വോട്ടുകൾ കൂടി ഉന്നത വിദ്യാഭ്യാസമെല്ലാമുള്ള സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് സമാഹരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. മാത്രവുമല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഭിന്നിപ്പിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളെയും അതാത് ഘട്ടത്തിൽ പ്രതിരോധിക്കാനും നല്ല നിലയിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടായി. ഈ മണ്ഡലത്തിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത് നടത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പൊതുയോഗങ്ങളിൽ നല്ല നിലയിലുള്ള പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കാനും ജനങ്ങളോട് കൃത്യമായി നാടിൻ്റെ നേരിൻ്റെ രാഷ്ട്രീയം, ഇടതുപക്ഷത്തിൻ്റെ ഹൃദയപക്ഷത്തിൻ്റെ രാഷ്ട്രീയം നല്ല നിലയിൽ പ്രചരിപ്പിക്കാനും സാധിച്ചു എന്ന ആത്മവിശ്വാസമാണുള്ളത്. സാധാരണ നിലയിൽ ടൗൺ മേഖലയിലെല്ലാം നമ്മുടെ പല നിലയിലുള്ള പോരായ്മകളുടെയും ദൗർബല്യങ്ങളുടെയും ഒക്കെ ഭാഗമായി ഒരുപക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകളെ വോട്ടർമാരെ നേരിൽ കാണാൻ കഴിയാത്ത സാഹചര്യം, അവരിലേക്ക് കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ എത്തിക്കാൻ പറ്റാത്ത സ്ഥിതി, അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഏറിയും കുറഞ്ഞും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ അതെല്ലാം പൂർണ്ണമായും പഴുതടച്ച് നല്ല നിലയിൽ ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നതും ആത്മവിശ്വാസത്തിന് അടിത്തറയായിട്ടുണ്ട് എന്ന് ആമുഖമായി സൂചിപ്പിക്കുക. ശ്രീ കെ പ്രേംകുമാർ, ഒരുപക്ഷെ UDFൻ്റെ പ്രശ്നമായി നിങ്ങൾ ചൂണ്ടിക്കാട്ടിയത് UDF ചെയ്യുന്നത് അപ്പുറത്തൊരു വർഗീയ കൂട്ടുകെട്ടാണ്. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ SDPIയുടെ ഒക്കെ വോട്ട് അവർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടിയാണ് അവർ മത്സരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ വന്ന പ്രശ്നം വരെ ചൂണ്ടിക്കാട്ടിയുള്ള നിങ്ങളുടെ ജനങ്ങളോടുള്ള സംവാദം, ഇതൊക്കെ ഒരു തരത്തിലും ഈ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊന്നും UDFന് ഗുണമായിട്ടില്ല എന്നാണോ നിങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെയും വിലയിരുത്തൽ? തീർച്ചയായും അതാണല്ലോ UDFനെ വിരളി പിടിപ്പിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത് പോലെയോ അതിനേക്കാൾ മികച്ച നിലയിലോ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളോടും സമയബന്ധിതമായി പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടിനെ സംബന്ധിച്ചും കള്ളവോട്ട് ചേർത്തതിനെ സംബന്ധിച്ചുമൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഒരു പരിശോധനയൊക്കെ വരുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കും. എന്നാൽ അതിൽ നിന്ന് മാറി ഇലക്ഷന് മുമ്പ് തന്നെ, പോളിങ്ങിന് മുമ്പ് തന്നെ ഈ കാര്യം ഉന്നയിക്കാനും ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ യോജിച്ച നിലയിൽ പ്രക്ഷോഭത്തിന് നയിക്കാനുമൊക്കെ LDFന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ ശ്രീ ലാൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവിനുള്ള പരിശ്രമം നടന്ന സന്ദർഭത്തിലെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 3ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്, സാധ്യതയില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് ഒരു മാധ്യമത്തിനും എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന നിലയിലേക്ക് ഇടതുപക്ഷത്തെ പൂർണ്ണമായും എതിർക്കുന്ന മാധ്യമങ്ങളാണെങ്കിൽ പോലും പാലക്കാട് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നത് കാത്തിരുന്നു കാണണം, അത് കൃത്യമായി മനസ്സിലാക്കാൻ പ്രവചിക്കാൻ കഴിയാത്തതാണ് എന്ന നിലയിലേക്ക് ഇടതുപക്ഷത്തെ എതിർക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും പറയേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആര് വിജയിക്കുമെന്നതിനെ സംബന്ധിച്ച് പ്രവചിക്കാനാകില്ല എന്ന്
പറയാനെങ്കിലും കഴിയുന്ന നിലയിലേക്ക് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുക്കും ചിട്ടയുമാർന്ന പ്രവർത്തനം മാറിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഓരോ ഘട്ടവും വിശദീകരിക്കുന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഇവിടെ ചില മതസമുദായങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്താനുള്ള നീക്കം വളരെ ശക്തമായിട്ട് നടന്നിരുന്നു. SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയുമോ എന്ന് അവസാനം വരെ ചോദിച്ചിട്ടും അതിനൊരു ഉത്തരം നൽകാൻ മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസിന് കഴിയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട SDPIയുടെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും സംഘപരിവാറിൻ്റെയും വോട്ട് എന്ന് പറയാനുള്ള അതിനുള്ള ആർജവം കാണിക്കാൻ യഥാർത്ഥത്തിൽ UDFന് കഴിഞ്ഞില്ല. ആദ്യം മുതൽ അവസാനം വരെ ഇടതുപക്ഷം ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ സംഘടനകളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട, SDPIയുടെ വോട്ട് വേണ്ട, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട, RSSൻ്റെ വോട്ട് വേണ്ട എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്നവർക്ക് സ്വാഭാവികമായും കൂടുതൽ സ്വീകാര്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ശ്രീ K. പ്രേംകുമാർ, ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് വേണ്ടിയിരുന്നില്ല എന്ന് ജനങ്ങൾക്ക് പോലും ഒരു അഭിപ്രായമുണ്ടായിരുന്നു. അത് മതനിരപേക്ഷത മനസ്സിൽ കാണുന്ന വോട്ടർമാർക്ക് പ്രത്യേകിച്ച് പാലക്കാട് ഇതൊരു തരത്തിൽ റിസ്ക് ഉണ്ടാക്കുന്നതല്ലേ എന്ന ചോദ്യം തുടക്കം മുതൽ ഉണ്ടായിരുന്നതാണ്. അത് നിങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഡോക്ടർ സരിൻ പോലും ആ കാര്യത്തിൽ വെള്ളം ചേർത്തുകൊണ്ടുള്ള നിലപാടുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വന്നതുമൊക്കെ. അത് ജനങ്ങൾ അതാണ് പ്രഥമമായി കണക്കിലെടുത്തത് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാനാകുമോ? ഇല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട്ടെ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ഇത് RSSും കോൺഗ്രസും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമാണ്. വടകരയിൽ ഷാഫി മത്സരിക്കുമ്പോൾ അവിടെ സഹായിക്കുകയും തിരിച്ചിവിടെ BJPയെ ഈ മണ്ഡലത്തിൽ സഹായിക്കുകയും ചെയ്യാനുള്ള പ്ലാനാണ് എന്നതെല്ലാം കൃത്യമായി ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ പറയട്ടെ, സാധാരണ നിലയിൽ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ വരാനിടയുണ്ട്. സുദീർഘമായ ഒരു സമയം, മോശമല്ലാത്തൊരു കാലം UDFൻ്റെ ഭാഗമായി, കോൺഗ്രസിൻ്റെ ഭാഗമായി, അതിൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റേറ്റ് ചുമതലക്കാരൻ എന്ന നിലയിലെല്ലാം പ്രവർത്തിച്ച ഒരാൾ പെട്ടെന്ന് LDFൻ്റെ സ്ഥാനാർത്ഥിയായി സീറ്റിന് വേണ്ടി വരികയാണോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഏവർക്കും ഉത്തരം നൽകാൻ കഴിയുന്ന നിലയിൽ വളരെ വളരെ കൃത്യമായി ആ നിലപാട് വിശദീകരിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഡോക്ടർ സരിൻ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള മോഹം കൊണ്ടല്ല എന്നും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം DCCയുടെ പ്രൊപ്പോസൽ തള്ളി ഇവിടെ DCC നിർദ്ദേശിച്ച K. മുരളീധരൻ്റെ പേര് മാറി ഇവിടെ എങ്ങനെയാണ് UDFൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ പേര് വന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി. അതിനെയെല്ലാം സാധൂകരിക്കുന്ന തെളിവുകളും വാർത്തകളുമാണ് തുടർന്ന് വന്നത്. DCCയുടെ കത്ത് ആദ്യം പുറത്തു വന്നില്ലല്ലോ. അപ്പോൾ ഈ ഡീല് വളരെ കൃത്യമായി നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഷാഫി, VD സതീശൻ കൂട്ടുകെട്ട്, കോക്കസ് അവർ നടത്തുന്ന ഒരു വളരെ വളരെ ഒരു ഗൂഢമായ ഒരു നീക്കത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഇവിടെ വന്നത് എന്നും പാലക്കാട്ടുകാർ ആഗ്രഹിച്ച, പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ പോലും ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയല്ല ഇതെന്നും വളരെ കൃത്യമായി അറിയുന്ന സാഹചര്യം ഉണ്ടായി. നോക്കൂ ശ്രീ ലാൽ, ഇവിടെ നമുക്കറിയാം, മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസിനെ കൂടുതൽ ഐക്യത്തോടെയും യോജിപ്പോടെയും നിർത്താനാണല്ലോ സ്വാഭാവികമായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ എത്ര കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ UDFൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സരിൻ്റെ തുടർച്ചയായി UDF വിട്ടത്, കോൺഗ്രസ് വിട്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാം ജാള്യം മറയ്ക്കാനുള്ള ഒരു പദ്ധതി കൂടിയായിട്ടാണ് ശ്രീ സന്ദീപ് വാര്യരെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ UDFൻ്റെ കൂടാരത്തിലേക്ക് കൂട്ടിയത്. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? സന്ദീപ് വാര്യർ ആദ്യം തന്നെ പോകുന്നത് പാണക്കാട്ടേക്കാണ്. താൻ പറഞ്ഞ പല വർഗീയമായിട്ടുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളും നാവിൽ വിഷം തേച്ച് സംസാരിക്കുന്ന നിലയിൽ നടത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ നിലയിലുള്ള സംസാരങ്ങളും ഞാനതാകെ നിഷേധിക്കുന്നു, തള്ളിപ്പറയുന്നു. RSSുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല, നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിക്കില്ല എന്നൊന്നും പറയാൻ തയ്യാറായില്ല. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഡോക്ടർ സരിൻ പറഞ്ഞ കാര്യങ്ങൾ, ആക്ഷേപിച്ച കാര്യങ്ങളൊക്കെ നിൽക്കില്ലേ എന്ന് ചോദിക്കാം. പക്ഷെ വളരെ കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ
ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സരിൻ ഇടതുപക്ഷത്തേക്ക് വരുന്നതും തുടർന്ന് സ്ഥാനാർത്ഥിയാകുന്നതും. ആ നിലയിൽ ഇടതുപക്ഷം പറയുന്നതിൽ ശരിയുണ്ട്, അതിൽ വസ്തുതയുണ്ട്, സാമാന്യ നീതിക്ക് നടക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ നടന്നത് എന്ന് പാലക്കാട്ടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നിലയിലാണ് സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നത്. ഡോക്ടറായി ഡോക്ടർ സരിന് സ്റ്റെതസ്കോപ്പ് തന്നെ അടയാളമായി ലഭിച്ചു. പൊതുസമൂഹത്തിനിടയിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികവോടെ ഊർജ്ജസ്വലതയോടെ സജീവമായി ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിദ്യാഭ്യാസമുള്ള പൊതുപ്രവർത്തന രംഗത്ത് തീർച്ചയായിട്ടും നല്ല നിലയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ, പാലക്കാട്ടുകാർ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ശരി.